ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മുടെ ഫസ്റ്റ് സീരീസിലെ എക്സാമിനുള്ള റിവിഷൻ ക്ലാസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പം നമുക്കറിയാം ഫസ്റ്റ് സീരീസിൽ നമുക്ക് ഫസ്റ്റ് മോഡ്യൂളും തേർഡ് മോഡ്യൂളിലും കുറച്ച് പോർഷൻസ് ആണുള്ളത്. അപ്പോൾ ഫസ്റ്റ് മോഡ്യൂളിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയിൽ നിന്ന് ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ഏരിയ നമുക്ക് ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാം. ഫസ്റ്റ് സീരീസിലേക്കുള്ളത് മാത്രമേ ഇപ്പോൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ് Z1 ഈക്വൽ ടു 10 + 15i ആൻഡ് Z2 ഈക്വൽ ടു 19 - 17i. ഫൈൻഡ് Z1 + Z2. Z1 + Z2 ആണ് ചെയ്യേണ്ടത്. Z1 എന്ന് പറഞ്ഞൊരു കോംപ്ലക്സ് നമ്പർ തന്നിട്ടുണ്ട്, അതുപോലെ Z2 എന്ന് പറഞ്ഞൊരു കോംപ്ലക്സ് നമ്പർ തന്നിട്ടുണ്ട്. ഈ രണ്ട് കോംപ്ലക്സ് നമ്പറും കൂടി ആഡ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ Z1 + Z2 ആണ്. Z1 എന്ന് പറഞ്ഞ കോംപ്ലക്സ് നമ്പർ കൊടുത്തു, പ്ലസ് Z2 എന്ന് പറഞ്ഞ കോംപ്ലക്സ് നമ്പറും എഴുതി. അപ്പോൾ നമുക്കറിയാം നമ്മൾ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് എങ്ങനെ ആഡ് ചെയ്യുക, അതിൻ്റെ റിയൽ പാർട്ടുകൾ തമ്മിൽ ആഡ് ചെയ്യുക, അതുപോലെ ഇമാജിനറി പാർട്ടുകൾ തമ്മിൽ ആഡ് ചെയ്യുക. ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ റിയൽ പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഐ ഇല്ലാത്ത ടേമുകളാണ്. ഇമാജിനറി പാർട്ട് എന്ന് പറഞ്ഞാൽ ഐയുടെ കൂടെയുള്ള ടേമുകളാണ് ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയറിയാം നമ്മുടെ 10ഉം അതുപോലെ 19ഉമാണ് എന്ത് ഇവിടെ റിയൽ പാർട്ടായിട്ട് വരുന്നത്. അപ്പം 10 + 19 എന്ത് വരും, 29 എന്ന് പറഞ്ഞു വരും. അടുത്തത് ഇമാജിനറി പാർട്ടുകൾ തമ്മിലാണ് ആഡ് ചെയ്യേണ്ടത്. നോക്കിയറിയാം 15iയും -17i. ഇത് രണ്ടും കൂടിയാണ് നമുക്ക് അടുത്ത് ആഡ് ചെയ്യേണ്ടത്. നമുക്കറിയാം 15i - 17i ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വലുതെന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം. അപ്പോൾ നമ്മുടെ 17ആണ് ഇവിടുത്തെ വലുത്, 15ആണ് ചെറുത്. 17ൽ നിന്ന് 15 കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും, 2i കിട്ടും. ഇവിടുത്തെ വലുതിൻ്റെ ചിഹ്നം എന്താ, മൈനസ് അല്ല, -2i എന്ന് പറഞ്ഞ് കിട്ടി. അപ്പം Z1 + Z2 നമുക്ക് എന്ത് കിട്ടി, 29 - 2i എന്ന് പറഞ്ഞ് കിട്ടി. അപ്പം രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ആഡ് ചെയ്യുന്നത് അതിൻ്റെ റിയൽ പാർട്ടുകൾ തമ്മിൽ ആഡ് ചെയ്യുക, ഇമാജിനറി പാർട്ടുകൾ തമ്മിൽ ആഡ് ചെയ്യാം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സബ്ട്രാക്ട് 10 + 15i ഫ്രം 19 - 17i. അപ്പം നോക്കിയറിയാം നമ്മുടെ 10 + 15iൽ നിന്ന് വേണം 10 + 15i ഫ്രം 19 - 17i ആണ്. സബ്ട്രാക്റ്റ് ആണ് പറഞ്ഞേക്കുന്നത്. സബ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താ, സബ്ട്രാക്ഷൻ എന്ന് പറയുന്നത് കുറയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത്. എന്തിൽ നിന്ന്, 19 - 17iൽ നിന്ന് വേണം എന്ത് കുറയ്ക്കാൻ, 10 + 15i കുറയ്ക്കാൻ വേണ്ടിയിട്ട്. നോക്കിയാൽ ഞാൻ പറഞ്ഞിരുന്നു ഈ ഒരു ഫോമിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ ഫ്രം കഴിഞ്ഞിട്ടുള്ള ഏത് കോംപ്ലക്സ് നമ്പർ ആണോ അതിന് നമ്മൾ എന്ത് കൊടുക്കുക, Z1 കൊടുക്കുക. ഫ്രമ്മിന് മുന്നേ ഉള്ള കോംപ്ലക്സ് നമ്പർ നമ്മൾ Z2 എന്ന് പറഞ്ഞ് കൊടുക്കുക. ഈ ഒരു ഫോർമാറ്റിലാണെങ്കിൽ ഫ്രം കഴിഞ്ഞിട്ടുള്ളതിന് Z1, ഫ്രമ്മിന് മുന്നേ ഉള്ളതിന് Z2. ഇവിടെ നോക്കിയാൽ നമ്മൾ Z1 എന്ന് പറഞ്ഞ കോംപ്ലക്സ് നമ്പർ എന്ത് കൊടുത്തു, 19 - 17i കൊടുത്തു. Z2 എന്ന് പറഞ്ഞ കോംപ്ലക്സ് നമ്പർ എന്ത് കൊടുത്തു, 10 + 15i എന്ന് പറഞ്ഞ് കൊടുത്തു. നമുക്ക് സബ്ട്രാക്ഷൻ കുറയ്ക്കലാണ്. അപ്പം Z1 - Z2 ആണ് കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്ത് തോന്നുന്നു, Z1 - Z2 നമ്മൾ എഴുതി. നമ്മൾ പറയും Z1 എന്ന് പറഞ്ഞ കോംപ്ലക്സ് നമ്പർ എന്താ, 19 - 17i, അതുപോലെ എഴുതി. ഇവിടെ മൈനസാണ്, നമ്മൾ മൈനസ് ഇട്ടു. Z2 എന്ന് പറഞ്ഞ കോംപ്ലക്സ് നമ്പർ എന്താ, 10 + 15i, അതും നമ്മൾ എഴുതി. അപ്പോൾ നമ്മുടെ അഡീഷൻ പോലെ തന്നെയാണ് നമ്മുടെ സബ്ട്രാക്ഷൻ വരുന്നത്. പക്ഷേ അതിൻ്റെ ഒരു വ്യത്യാസമുള്ളത്, ഇവിടെ നോക്കിയാൽ നമ്മൾ ബ്രാക്കറ്റൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്യണം. അതിനുവേണ്ടി 19 - 17i നമ്മൾ അതുപോലെ എഴുതി. പക്ഷെ ഇവിടെ നോക്കിയറിയാം 10 + 15i ഇല്ലേ, ഈ 10 + 15iന് ഈ ടേമിൻ്റെ ബ്രാക്കറ്റിന് പുറത്ത് ഒരു മൈനസ് ഉണ്ട്. ഇങ്ങനെ ബ്രാക്കറ്റിന് പുറത്ത് മൈനസ് ഉണ്ടെങ്കിൽ ഈ ഒരു മൈനസ് കൊണ്ട് നമ്മൾ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. അതിന് വേണ്ടി നമ്മൾ ഈ ഒരു -10 -10 എന്ന് പറഞ്ഞു വരും. -+15i നമുക്ക് എന്ത് വരും, -15i എന്ന് പറഞ്ഞ് വരും. നമ്മളങ്ങനെ ബ്രാക്കറ്റിന് പുറത്ത് മൈനസ് ഉണ്ടെങ്കിൽ ആ ഒരു മൈനസ് കൊണ്ട് നമ്മൾ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. നമ്മൾ അടുത്ത സ്റ്റെപ്പ്, നമ്മൾ അഡീഷൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ റിയൽ പാർട്ടുകൾ തമ്മിൽ സോൾവ് ചെയ്യുക, ഇമാജിനറി പാർട്ടുകൾ തമ്മിൽ സോൾവ് ചെയ്യുക. അപ്പോൾ നോക്കിയറിയാം ഇതിൻ്റെ റിയൽ പാർട്ടുകൾ ഏതൊക്കെയാണ്, 19ഉം അതുപോലെ 10ഉം. ഇങ്ങനെ നോക്കിയാൽ മതി. ഐ ഉള്ള ടീമുകൾ തമ്മിൽ സോൾവ് ചെയ്യുക, ഐ ഇല്ലാത്ത ടീമുകൾ തമ്മിൽ സോൾവ് ചെയ്യുക. അപ്പം 19ഉം 10ഉം, 19 ഇവിടെ മൈനസ് അല്ലേ വരുന്നത്, അപ്പം 19 - 10 എന്ത് വരും, 9 എന്ന് പറഞ്ഞു വരും. ഇതിനടുത്ത് എന്താ, 17i -15i ആണ്. അപ്പോൾ നോക്കിയറിയാം രണ്ടിടത്ത് മൈനസാണ്. രണ്ട് മൈനസ് തമ്മിൽ ആഡ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്, -8 കൊടുത്തതിന് ശേഷം ആ രണ്ട് നമ്പറും കൂടി കൂട്ടി എഴുതുക. അപ്പം രണ്ടിടത്ത് മൈനസ് ആയതുകൊണ്ട് -8 കൊടുത്തു. 17i + 15i ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 32i എന്ന് പറഞ്ഞ് വരും. അപ്പോൾ നമുക്ക് Z1 - Z2 എന്ത് കിട്ടും, 9 - 32i എന്ന് പറഞ്ഞ് കിട്ടും. അപ്പം ഇങ്ങനെയാണ് രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് തമ്മിൽ മൈനസ് ചെയ്യുന്നത്. Z1 - Z2 എടുക്കുക, അതിനുശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ബ്രാക്കറ്റിൻ്റെ പുറത്ത് മൈനസ് ഉണ്ടെങ്കിൽ ആ മൈനസ് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി നമ്മൾ ഇപ്പം അഡീഷനും സബ്ട്രാക്ഷനും കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് മൾട്ടിപ്ലിക്കേഷനാണ്. നോക്കിയാൽ മൾട്ടിപ്ലൈ 4 + 6i ആൻഡ് 2 - 3i. ഇപ്പം മൾട്ടിപ്ലൈ എന്നാണ് പറഞ്ഞേക്കുന്നത്. മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താ, മൾട്ടിപ്ലിക്കേഷനാണ്. നമ്മുടെ പ്രൊഡക്റ്റ് കാണുന്നില്ല, അതാണ് ചെയ്യുന്നത്.
അപ്പം 4+6i എന്ന് പറഞ്ഞൊരു കോംപ്ലക്സ് നമ്പർ തന്നിട്ടുണ്ട്. 2-3i എന്ന് പറഞ്ഞൊരു കോംപ്ലക്സ് നമ്പറും ഉണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത്, നമ്മൾ തന്നിരിക്കുന്ന ഒരു കോംപ്ലക്സ് നമ്പർ Z1 എന്ന് പറഞ്ഞു കൊടുക്കുക, മറ്റേതിന് Z2 എന്ന് പറഞ്ഞു കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിന് ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നിന് Z1 കൊടുക്കുക, മറ്റേതിന് Z2 കൊടുക്കുക. ഏതിന് കൊടുത്താലും കുഴപ്പമില്ല. എന്നിട്ട് Z1 ഇൻറ്റു Z2 കാണുക, അല്ലെങ്കിൽ Z2 ഇൻറ്റു Z1. എങ്ങനെ ചെയ്താലും ആൻസർ സെയിം തന്നെ ആയിരിക്കും. എന്നിട്ട് Z1, ഇത് ആൻഡ് അല്ല കേട്ടോ, ഇവിടെ ഇൻറ്റു ആണ്. Z1 ഇൻറ്റു Z2, ഇതാണ് നമ്മൾ Z1 എന്ന് പറഞ്ഞ് കൊടുത്ത കോംപ്ലക്സ് നമ്പർ. ഇതാണ് Z2 എന്ന് പറഞ്ഞ് കൊടുത്ത കോംപ്ലക്സ് നമ്പർ. അപ്പം നമ്മുടെ മൾട്ടിപ്ലിക്കേഷന് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ഫസ്റ്റ് കോംപ്ലക്സ് നമ്പറിലെ ഓരോ എലമെൻറ്റുകളും ഫസ്റ്റ് കോംപ്ലക്സ് നമ്പറിലെ ഫസ്റ്റ് എലമെൻറ്റ് കൊണ്ട് നമ്മുടെ രണ്ടാമത്തെ കോംപ്ലക്സ് നമ്പറിലെ രണ്ട് എലമെൻറ്റിനെ മൾട്ടിപ്ലൈ ചെയ്യണം. പക്ഷേ ഫസ്റ്റ് കോംപ്ലക്സ് നമ്പറിലെ എലമെൻറ്റ് കൊണ്ടെല്ലാം സെക്കൻഡ് കോംപ്ലക്സ് നമ്പറിലെ എലമെൻറ്റിനെയൊക്കെ മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ ഫസ്റ്റ് കോംപ്ലക്സ് നമ്പർ ഇതാണ്. അതിലെ 4, ഫസ്റ്റ് എലമെൻറ്റ് 4 അല്ലേ, ആ 4 കൊണ്ട് നമ്മൾ ഫസ്റ്റ് 2നെ മൾട്ടിപ്ലൈ ചെയ്യണം. 4 × 2 നമുക്ക് എന്ത് വരും? 8 എന്ന് പറഞ്ഞ് വരും. നമ്മൾ ഫസ്റ്റ് എലമെൻറ്റ് കൊണ്ട് ഫസ്റ്റ് എലമെൻറ്റിനെ മൾട്ടിപ്ലൈ ചെയ്തു. ദെൻ ഫസ്റ്റ് എലമെൻറ്റ് കൊണ്ട് സെക്കൻഡ് എലമെൻറ്റിനെയാണ് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്ത് വരും? 4 × -3i. 4 × -3 നമുക്ക് എന്ത് വരും? -12i എന്ന് പറഞ്ഞ് വരും. ഇപ്പം നമ്മൾ ഫസ്റ്റ് കോംപ്ലക്സ് നമ്പറിലെ ഫസ്റ്റ് എലമെൻറ്റ് കൊണ്ട് സെക്കൻഡ് കോംപ്ലക്സ് നമ്പറിലെ രണ്ട് എലമെൻറ്റിനെ മൾട്ടിപ്ലൈ ചെയ്തു. ഇനി അടുത്ത് നമ്മൾ ഫസ്റ്റ് കോംപ്ലക്സ് നമ്പറിലെ സെക്കൻഡ് എലമെൻറ്റ് എടുക്കുകയാണ്. ആ സെക്കൻഡ് എലമെൻറ്റ് കൊണ്ട് ഫസ്റ്റ് നമ്മുടെ സെക്കൻഡ് കോംപ്ലക്സ് നമ്പറിലെ ഫസ്റ്റ് എലമെൻറ്റിനെയാണ് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം 6i × 2 എന്ത് വരും? 12i വരും. ഇതിനടുത്ത് ഈ 6i കൊണ്ട് തന്നെ നമ്മൾ ഈ -3iനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് വരും? 6i × 3i എന്ത് വരും? -18i² എന്ന് പറഞ്ഞ് വരും. നമ്മൾ ചെയ്യേണ്ടത് ഓരോ എലമെൻറ്റിൻ്റെയും, അപ്പം ഫസ്റ്റ് എലമെൻറ്റ് കൊണ്ട് നമ്മൾ സെക്കൻഡ് എലമെൻറ്റിനെ മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ ഫസ്റ്റ് എലമെൻറ്റ് കൊണ്ട് നമ്മൾ സെക്കൻഡ് കോംപ്ലക്സ് നമ്പർ രണ്ട് എലമെൻറ്റിനെ മൾട്ടിപ്ലൈ ചെയ്യാം. ദെൻ സെക്കൻഡ് എലമെൻറ്റ് കൊണ്ടും ഇതുപോലെ രണ്ട് എലമെൻറ്റിനെയും സെക്കൻഡ് എലമെൻറ്റ് കൊണ്ട് സെക്കൻഡ് കോംപ്ലക്സ് നമ്പറിലെ രണ്ട് എലമെൻറ്റിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. നമ്മളങ്ങനെ ചെയ്തു. ഈ 8 അതുപോലെ എഴുതി, -12i ഒക്കെ അതുപോലെ എഴുതി, +12iയും അതുപോലെ എഴുതി, ഈ മൈനസ് അതുപോലെ എഴുതി. ദെൻ നമുക്കറിയാം i² എന്ന് പറഞ്ഞാൽ എത്രയാണ്? i² എന്ന് പറഞ്ഞാൽ -1 ആണ്. അപ്പോൾ നമ്മളിവിടെ നോക്കിയാൽ 18 അതുപോലെ എഴുതി, ഇവിടെയുള്ള i² നമ്മൾ എന്ത് കൊടുത്തു? -1 എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പം i² വാല്യൂ ആണ് എന്ത്? -1 എന്നുള്ളത്. അപ്പം i² വാല്യൂ നമ്മൾ -1 എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 8 നമ്മൾ അതുപോലെ എഴുതി, 12iയും അതുപോലെ +12i ഒക്കെ അതുപോലെ എഴുതി. ദെൻ ഇവിടെ നോക്കിയാലും ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അതുപോലെ ഇവിടെയും ഒരു -1 എടുക്കും. ഈ രണ്ട് മൈനസും കൂടി മൈനസ് ഇൻറ്റു മൈനസ് എന്താണ്? പ്ലസ് ആണ്. അപ്പം ആ രണ്ട് മൈനസും കൂടി ചേർന്ന് ഇവിടെ പ്ലസ് ആയി. ദെൻ ബാക്കി ഇവിടെ 18 × 1 എന്ന് പറഞ്ഞാൽ 18. നമ്മൾ -1 18 × -18 × -1 അല്ലേ, അതങ്ങനെ ഇവിടെ നമുക്ക് +18 എന്ന് പറഞ്ഞ് കിട്ടി. ദെൻ ഇനി അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത്, നമ്മുടെ ഇപ്പം ആ ഒരു അഡീഷൻ്റെ സബ്ട്രാക്ഷൻ്റെ ഒക്കെ ആ ഒരു ഫോമിൽ തന്നെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് റിയൽ പാർട്ടുകൾ തമ്മിൽ സോൾവ് ചെയ്യുക, ഇമാജിനറി പാർട്ട്. അല്ലെങ്കിൽ ഇങ്ങനെ നോക്കിയാൽ മതി, i ഇല്ലാത്ത ടേമുകൾ തമ്മിൽ സോൾവ് ചെയ്യുക, i ഉള്ള ടേമുകൾ തമ്മിൽ സോൾവ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ i ഇല്ലാത്ത ടേമുകൾ ഏതൊക്കെയാണ്? 8ഉം അതുപോലെ 18 ആണ്. അപ്പം 8 + 18 എന്ത് വരും? 26 എന്ന് പറഞ്ഞ് വരും. ദെൻ -12i + 12i ആണ്. -12i + 12i എന്ത് വരും? 0i എന്ന് പറഞ്ഞ് വരും. നമുക്ക് എന്ത് കിട്ടും? 0i എന്ന് പറഞ്ഞാൽ എന്താ? 0 തന്നെയാണ്. അപ്പോൾ 26 + 0i നമുക്ക് എന്ത് കിട്ടും? 26 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പം ഇങ്ങനെയാണ് രണ്ട് കോംപ്ലക്സ് നമ്പർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. എലമെൻറ്റുകൾ തമ്മിൽ ഫസ്റ്റ് എലമെൻറ്റ് കൊണ്ട് നമ്മൾ രണ്ടാമത്തെ കോംപ്ലക്സ് നമ്പറിലെ എലമെൻറ്റിനെ എല്ലാം എന്ത് ചെയ്യാണ്? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഫൈൻഡ് ദി കോൺജുഗേറ്റ് ഓഫ് 4+i. 4+iയുടെ കോൺജുഗേറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നമ്മൾ Z = 4+i എന്ന് പറഞ്ഞ് കൊടുത്തു. ഇതൊക്കെ 1 വേർഡിനായിട്ട് ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, ഒരു മാർക്കിൻ്റെ ലെവലിലൊക്കെ. അപ്പം നമ്മൾ Z = 4+i കൊടുത്തു. കോൺജുഗേറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്കറിയാം നമ്മൾ എങ്ങനെയാണ് കോൺജുഗേറ്റ് കണ്ടുപിടിക്കുക. ഇമാജിനറി പാർട്ടിൻ്റെ സിമ്പിൾ, അപ്പം ഇമാജിനറി പാർട്ടിൻ്റെ സിമ്പിൾ പ്ലസ് ആണെങ്കിൽ കോൺജുഗേറ്റ് വരുമ്പം മൈനസ് വരും. ഇനി ഇമാജിനറി പാർട്ടിലെ ഐയുടെ ടേം മൈനസ് ആണെങ്കിൽ കോൺജുഗേറ്റ് പ്ലസ് വരും. ഇവിടെയുള്ള ഐയുടെ സിമ്പലിൽ മാത്രമേ മാറ്റം ഉണ്ടാവുള്ളൂ, ഈ 4ൻ്റെ സിമ്പലിന് മാറ്റം ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളതുപോലെ കോൺജുഗേറ്റ് ഡിനോട്ട് ചെയ്യുന്നത് Z എന്ന് പറഞ്ഞാണ്. അപ്പോൾ 4+iയുടെ കോൺജുഗേറ്റ് എന്ത് വരും? 4 - i എന്ന് പറഞ്ഞ് വരും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇങ്ങനെയാണ് കോൺജുഗേറ്റ് കണ്ടുപിടിക്കുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി കോംപ്ലക്സ് നമ്പർ ഫൈൻഡ് ദി മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ 4+3i. 4+3iയുടെ മോഡുലസ് വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം മോഡുലസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? √x² + y² ആണ്. അപ്പം നമ്മൾ തന്നിരിക്കുന്ന 4+3i ഉണ്ട്. അപ്പം അതിൽ നമ്മുടെ എക്സ് എന്ന് പ്ലേസിൽ കിടക്കുന്നത് 4 ആണ്. ദെൻ വൈയുടെ പ്ലേസിൽ കിടക്കുന്നത് 3 ആണ്. നമ്മൾ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ഈ ഒരു മോഡുലസ് കണ്ടുപിടിക്കുന്നതും ഈ ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നതാണ്.
നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എക്സിൻ്റെ പ്ലേസിൽ 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വൈയുടെ പ്ലേസിൽ എന്ത് കൊടുക്കുക, 3 കൊടുക്കുക. അപ്പം എക്സ് സ്ക്വയർ എന്താവും, 4 സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ 3 സ്ക്വയർ എന്ന് പറഞ്ഞ് വരും. 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ നമുക്ക് എന്ത് കിട്ടും, 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 ആണ്, 3 സ്ക്വയർ 9 ആണ്. അപ്പം 16 പ്ലസ് 9 എന്ന് നമുക്ക് എന്ത് കിട്ടും, 25 എന്ന് പറഞ്ഞ് വരും. റൂട്ട് 25ൻ്റെ വാല്യൂ എന്താണ്, 5 എന്ന് പറഞ്ഞ് കിട്ടും. നമ്മുടെ 3 + 4 ആയി എന്ന് പറഞ്ഞ് 4 + 3 ആയി എന്ന് പറഞ്ഞൊരു കോംപ്ലക്സ് നമ്പറിൻ്റെ മോഡുലസ് വാല്യൂ നമുക്ക് എന്ത് കിട്ടി, 5 എന്ന് പറഞ്ഞ് കിട്ടി. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഫൈൻഡ് ദി പോളാർ ഫോം ഓഫ് 3 + 4i. നമ്മുടെ പോളാർ ഫോം നമ്മുടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ഒരു സെക്ഷനാണ് പോളാർ ഫോം എന്നുള്ളത്. പോളാർ ഫോമിൻ്റെ വേറൊരു പേരാണ് എന്ത്, മോഡുലസ് ആംപ്ലിറ്റ്യൂഡ് ഫോം എന്നുള്ളത്. നമ്മൾ പോളാർ ഫോം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് എന്ത്, സെറ്റ് ഈക്വൽ ടു r × cos θ + i sin θ. തന്നിരിക്കുന്ന ഈ ഒരു ഫോം ക്വസ്റ്റ്യന് നമ്മൾ സൈൻ്റെയും കോസിൻ്റെയും ഒക്കെ ടേമിലേക്കാണ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ ഈ ഇക്വേഷനിലേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ ആറിൻ്റെ വാല്യൂം അറിയണം, അതുപോലെ തീറ്റയുടെ വാല്യൂം അറിയണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത് ഈ ആറിൻ്റെ വാല്യൂ ആണ്. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ, മോഡുലസ് ആണ്. അപ്പോൾ നമ്മുടെ കോംപ്ലക്സ് നമ്പർ എന്താണ്, 3 + 4i ആണ്. അപ്പോൾ നമുക്കറിയാം റിയൽ പാർട്ടാണ് നമ്മുടെ എക്സ് ആയിട്ട് വരുന്നത്, അതുപോലെ ഇമാജിനറി പാർട്ടാണ് വൈ ആയിട്ട് വരുന്നത്. 3 + 4iയുടെ റിയൽ പാർട്ട് എന്ത് വരും, 3 വരും. ഇമാജിനറി പാർട്ട് എന്ത് വരും, 4 എന്ന് പറഞ്ഞ് വരും. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം √(x² + y²). എക്സ് എന്ന് പറഞ്ഞാൽ 3 ആണ്, വൈ എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പം 3² + 4². 3² എന്ന് പറഞ്ഞാൽ 9 കിട്ടും, 4² 16. 9 + 16 എന്ത് വരും, 25. √25ൻ്റെ വാല്യൂ ആണ് എന്ത്, 5 എന്ന്. അപ്പം നമുക്ക് എന്ത് കിട്ടി, ആറിൻ്റെ വാല്യൂ കിട്ടി. ഇനി അടുത്ത് നമ്മൾ തീറ്റയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം തീറ്റയുടെ വാല്യൂ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റ് ഫോഴ്സ് ഉണ്ടല്ലോ, ഇക്വേഷൻ ഉണ്ടല്ലോ. അപ്പം നമ്മൾ ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു, തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് y/x. നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് y എന്ന് പറഞ്ഞാൽ എത്രയാണ്, 3 ആണ്, അതുപോലെ x എന്ന് പറഞ്ഞാൽ എന്താണ്, 4 ആണ്. y എന്ന് പറഞ്ഞാൽ 4ഉം x എന്ന് പറഞ്ഞാൽ 3ഉം ആണ്. നമ്മുടെ 3 + 4i ആണല്ലോ. അപ്പം നമ്മൾ അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി ടാൻ ഇൻവേഴ്സ് y/xലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. വൈയുടെ പ്ലേസിൽ 4 കൊടുത്തു, എക്സിൻ്റെ പ്ലേസിൽ 3 കൊടുത്തു. ടാൻ ഇൻവേഴ്സ് 4/3 നിങ്ങൾ കാൽക്കുലേറ്റർ ചെയ്യുമ്പോൾ കിട്ടും എന്താ, ഒരു 53 പോയിൻറ്റ് സംതിങ് ആണ് കിട്ടുക. അതിന് നമ്മൾ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, 53 ഡിഗ്രി 7 മിനിറ്റ് എന്ന് പറഞ്ഞ് കിട്ടി. അപ്പോൾ നമുക്ക് ആറിൻ്റെ വാല്യൂം കിട്ടി, അതുപോലെ തീറ്റയുടെ വാല്യൂം കിട്ടി. ആറും തീറ്റയും കിട്ടിയിട്ട് നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു, പോളാർ ഫോമിൻ്റെ സെറ്റ് ഈക്വൽ ടു r × cos θ + i sin θ. ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 5 ആണ്, നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ തീറ്റയുടെ പ്ലേസ് നമുക്ക് എന്ത് കൊടുക്കാം, 53 ഡിഗ്രി 7 മിനിറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ എന്ത്, പോളാർ ഫോമിൻ്റെ ഇക്വേഷനായിട്ട് വരുന്നത്. പോളാർ ഫോം ഇമ്പോർട്ടൻ്റ് ആണ്. വീണ്ടും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ പോളാർ ഫോമിൻ്റെ ഒരു സെക്ഷൻ ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ളതാണ്. അപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. പിന്നെ ഇതിൽ തന്നെ നമ്മുടെ ആംപ്ലിറ്റ്യൂഡും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ നമ്മൾ ആംപ്ലിറ്റ്യൂഡിൻ്റെ ക്വസ്റ്റ്യനും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഇവിടെ നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ ഓൾറെഡി ആംപ്ലിറ്റ്യൂഡിൻ്റെ ക്വസ്റ്റ്യൻ ഇങ്ങനെ കാണിക്കുന്നുള്ളതുകൊണ്ടാണ് ഞാൻ ആംപ്ലിറ്റ്യൂഡ് പിന്നെ സെപ്പറേറ്റ് ചെയ്ത് പഠിപ്പിക്കുന്നവർ പറയാത്തത്. ആംപ്ലിറ്റ്യൂഡും ഈ ഒരു നമ്മുടെ ഏരിയയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ്. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഫസ്റ്റ് സീരീസിലെ ഫസ്റ്റ് മൊഡ്യൂളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഏരിയകൾ. ഇത്രയും ഒരു ഏരിയ ആണ്, അതിൽ ഓരോ ക്വസ്റ്റ്യൻ വെച്ച് ചെയ്തിട്ടുള്ളൂ. ഇതുപോലത്തെ പ്രോബ്ലംസ് നിങ്ങൾ പഠിക്കുക. നിങ്ങളുടെ നോട്ടിൽ ഇതുപോലത്തെ ടൈപ്പ് പല പ്രോബ്ലംസ് ഉണ്ട്, അത് പഠിക്കുക. നമുക്കിനി തേർഡ് മൊഡ്യൂളിലെ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് ഒന്ന് നോക്കാം, എക്സാമിനുള്ളത്. സോ തേർഡ് മൊഡ്യൂളിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പഠിച്ച എല്ലാ റിസൾട്ടുകളും ബൈ ഹാർട്ട് ചെയ്ത് വയ്ക്കാം. എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ആ ക്വസ്റ്റ്യനുമായി റിലേറ്റ് ചെയ്ത റിസൾട്ട് ആൻസർ ഷീറ്റിൽ നിർബന്ധമായിട്ട് എഴുതണം. റിസൾട്ടിന് മാർക്ക് ഉണ്ടായിരിക്കും. സപ്പോസ് നിങ്ങളുടെ പ്രോബ്ലം തെറ്റിയാലും റിസൾട്ടിൻ്റെ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് റിസൾട്ടുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നന്നായിട്ട് പഠിച്ചിട്ട് വരും. സോ ഞാൻ റിസൾട്ട്സുകൾ ഇമ്പോർട്ടൻ്റ് ആയ റിസൾട്ട്സുകൾ ഒരുമിച്ച് എഴുതി വെച്ചതാണ്. സോ ഫസ്റ്റ് റിസൾട്ട്, ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ θ/θ = 1 ഓർ ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ mθ/mθ = 1. ഓക്കെ, സോ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം തീറ്റ ടെൻസ് ടു 0 ആണോ എന്നുള്ളത് എപ്പോഴും ചെക്ക് ചെയ്യുക. അതുപോലെ നെക്സ്റ്റ് റിസൾട്ട് ആൽജിബ്രായിക് ലിമിറ്റ്സിലെ റിസൾട്ടാണ്. ലിമിറ്റ് x ടെൻസ് ടു a x raised to n minus a raised to n divided by x minus a is equal to na raised to n minus 1. And third result, limit x tends to infinity 1/x equal to 0. ഈ റിസൾട്ടിൻ്റെ ബാക്കിയായിട്ട് നമുക്ക് ലിമിറ്റ് x tends to infinity 1/x² equal to 0, അതുപോലെ 1/x³ equal to 0, ഇങ്ങനെയുള്ള റിസൾട്ടുകളും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. സോ അതും കൂടി നിങ്ങൾ ഓർത്ത് വയ്ക്കണം. ആൻഡ് നെക്സ്റ്റ് റിസൾട്ട്, ലിമിറ്റ് x ടെൻസ് ടു 0 1/x equal to infinity.
ഈ ആദ്യം പറഞ്ഞ 3 റിസൾട്ട്സ് യൂസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് മിക്കവാറും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരിക്കുക. ഓക്കെ, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ ഓരോ സെക്ഷൻസ് ആയിട്ട് നോക്കാം. സോ ഫസ്റ്റ്, ലിമിറ്റ്സ് ബൈ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. സോ ഈ കേസിൽ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ എക്സിൻ്റെ വാല്യൂ എങ്ങോട്ടാണോ പോകുന്നത്, ദാറ്റ് ഈസ് ഇവിടെ എക്സ് ടെൻസ് ടു 0 ആണ്. സോ എക്സിന് ഡയറക്റ്റ് ആയിട്ട് 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നോർമലി ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും നമുക്കുള്ള ഒരു ജനറൽ ഫോമിൽ അല്ലെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം അതാണ്. എക്സിൻ്റെ വാല്യൂ ഏത് വാല്യൂയിലോട്ടാണോ പോകുന്നത് ആ വാല്യൂ എക്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. സോ ഈ കേസിൽ ax plus b divided by cx plus d ആണ്. സോ എക്സിന് നമ്മൾ 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ a ഇൻറ്റു 0 പ്ലസ് b ഡിവൈഡഡ് ബൈ c ഇൻറ്റു 0 പ്ലസ് d. സോ ആൻസർ എന്തായിട്ട് മാറും? b ബൈ d. സിമിലർലി അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 ടു എക്സ് സ്ക്വയർ പ്ലസ് 3 ഡിവൈഡഡ് ബൈ 4x മൈനസ് 3. സോ ഇവിടെ എക്സിൻ്റെ വാല്യൂ 1 പോകുന്നത്. സോ എക്സിന് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ എക്സിന് 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 ഇൻറ്റു 1 പ്ലസ് 3 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 1 മൈനസ് 3. സോ ഇവിടെ എക്സ് സ്ക്വയർ 1 തന്നെയാണ്. സോ അതുകൊണ്ടാണ് 2 ഇൻറ്റു 1 എന്ന് എഴുതിയത്. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 5/3 എന്ന് കിട്ടും. മിക്കവാറും 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അതായത് ഡയറക്റ്റ് ആയിട്ട് എക്സിൻ്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളത്. ഇനി അടുത്തത് നമ്മുടെ 0/0 കിട്ടുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, അതായത് ലിമിറ്റ്സ് ബൈ ഫാക്ടറൈസേഷൻ. ഇവിടെ നമ്മൾ എക്സിന് ഡയറക്റ്റ് ആയിട്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 0/0 എന്നായിരിക്കും. സോ എന്താണ് 0/0 ഈസ് നോട്ട് ഡിഫൈൻഡ്. സോ ഈ കേസിൽ നമ്മൾ എന്ത് ചെയ്യണം? തന്നിട്ടുള്ള ക്വസ്റ്റ്യനെ സിംപ്ലിഫൈ ചെയ്ത് ഫാക്ടറൈസ് ചെയ്ത ശേഷം ലിമിറ്റ് അപ്ലൈ ചെയ്യണം. സോ ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുള്ളത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1. ഇതിനകത്ത് എക്സ് മൈനസ് 1 ഈസ് ഓൾറെഡി സിംപ്ലിഫൈഡ് ആയ ഫോമിലാണ്. സോ അതിനെ നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. ന്യൂമറേറ്ററിന് മാത്രം, ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2നെ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? സിംപ്ലിഫൈ ചെയ്താൽ മതി. സോ അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയതുകൊണ്ട് നമ്മൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ടായിരിക്കും സിംപ്ലിഫൈ ചെയ്യാം? എക്സ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a. ഇനി ഈ ഇക്വേഷനിൽ എയുടെ വാല്യൂ എന്താണ്? എ മീൻസ് എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ, ദാറ്റ് ഈസ് 1, ആൻഡ് ബി ഈസ് എക്സിൻ്റെ കോഎഫിഷ്യൻ, അതും ഇവിടെ 1 ആണ്. സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺസ്റ്റൻറ്റ് എന്താണ് ഇവിടെ? -2. ഓക്കെ, ഇനി എയും ബിയും സിയും ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ നമുക്ക് എന്ത് കിട്ടും? എക്സ് ഈക്വൽ ടു -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac. ബി സ്ക്വയർ ഈസ് 1 മൈനസ് 4ac 4 ഇൻറ്റു 1 ഇൻറ്റു സി മൈനസ് 2. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ -1 പ്ലസ് ഓർ മൈനസ്, ഇവിടെ ഈ മൈനസും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് ആയിട്ട് മാറും. ദെൻ 4 ഇൻറ്റു 1 ഇൻറ്റു 2 ഈസ് 8. സോ -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് 1 പ്ലസ് 8 ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഈസ് -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് 9. റൂട്ട് 9 ഈസ് 3. സോ -1 പ്ലസ് ഓർ മൈനസ് 3 ഡിവൈഡഡ് ബൈ 2. സോ എക്സ് ഈക്വൽ ടു -1 plus 3 divided by 2 or x equal to -1 minus 3 divided by 2. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എക്സിന് 2 വാല്യൂസ് കിട്ടും. എക്സ് ഈക്വൽ ടു 1ഉം എക്സ് ഈക്വൽ ടു -2. എക്സ് ഈക്വൽ ടു 1 ആണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2ൻ്റെ ഒരു ഫാക്ടർ എന്തായിരിക്കും? എക്സ് മൈനസ് 1. സിമിലർലി എക്സ് ഈക്വൽ ടു -2ന് കറസ്പോണ്ടിങ് ഫാക്ടർ ആയിരിക്കും എക്സ് പ്ലസ് 2. സോ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2നെ എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2 ഈക്വൽ ടു എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2. സോ ഇത് നമ്മുടെ ലിമിറ്റിൽ അപ്ലൈ ചെയ്യുമ്പോൾ ലിമിറ്റ് എന്തായിട്ട് മാറും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2ന് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു? എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1. സോ എക്സ് മൈനസ് 1 കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി എന്തേ ഉണ്ടാവുള്ളൂ? എക്സ് പ്ലസ് 2. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് പ്ലസ് 2. എക്സിന് വാല്യൂ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? എക്സിന് 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ ആൻസർ എന്തായിട്ട് മാറും? 1 + 2 3. സോ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നോട്ടിൽ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിക്കുക. ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 0/0 കിട്ടണം, ദാറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ് ആവണം. ആ കേസിലാണ് നമ്മളിങ്ങനെ ഫാക്ടറൈസ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ആൽജിബ്രായിക്കൽ ലിമിറ്റ്സ്.
സോ ആൽജിബ്രായിക്കൽ ലിമിറ്റ്സിൽ റിസൾട്ട് എന്തായിരുന്നു? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ സിക്കൽ ടു എൻ എ റേസ് ടു എൻ മൈനസ് വൺ. സോ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ ഈ ഒരു ഫോമിൽ തന്നെയാണോ ക്വസ്റ്റ്യൻ എന്നത് എപ്പോഴും ചെക്ക് ചെയ്യുക. സോ ഇവിടെ ഒരു സിമ്പിൾ എക്സാമ്പിളാണ് തന്നിട്ടുള്ളത്. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് റേസ് ടു 4 മൈനസ് 16 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഈ കേസിൽ എയുടെ വാല്യൂ എന്താണ്? 2 ആണ്. എന്നിൻ്റെ വാല്യൂ 4 ആണ്. ആൻഡ് 16 എന്ന് പറയുന്നത് 2 റേസ് ടു 4 ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? റിസൾട്ട് അപ്ലൈ ചെയ്യാം. റിസൾട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ ഈസ് എൻ എ റേസ് ടു എൻ മൈനസ് 1, ദാറ്റ് ഈസ് 4 ഇൻറ്റു 2 റേസ് ടു 4 മൈനസ് 1, ദാറ്റ് ഈസ് 4 ഇൻറ്റു 2 ക്യൂബ്, ദാറ്റ് ഈസ് 4 ഇൻറ്റു 8. 2 ക്യൂബ് ഈസ് 8, ദാറ്റ് ഈസ് 32 ഈസ് ദ ആൻസർ. ഇത് സിമ്പിളായ ഒരു എക്സാമ്പിളാണ്. എക്സാമിന് വരുമ്പോൾ കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആയതാണ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്, സീരീസ് എക്സാമിനും മെയിൻ എക്സാമിനാണെങ്കിലും. ഓക്കെ, നമുക്കിനി കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു എക്സാമ്പിളും കൂടി നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എക്സ് ക്യൂബ് മൈനസ് 27 ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു 4 മൈനസ് 81. സോ ഈ കേസിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം എയുടെ വാല്യൂ ആണ് കാണേണ്ടത്. എയുടെ വാല്യൂ 3 ആണ്. സോ ഓട്ടോമാറ്റിക്കലി ഈ 27 എന്ന് പറഞ്ഞത് 3 ക്യൂബ് ആവാനാണ് സാധ്യത. എ 3യും ഇവിടെ n 3യും ആണെങ്കിൽ 27 മിക്കവാറും 3 ക്യൂബ് ആയിരിക്കും. അത് നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെക്ക് ചെയ്യുക. 27 3 ക്യൂബ് ആണ്. സോ നമുക്കിവിടെ 27 പകരം 3 ക്യൂബ് എന്ന് എഴുതാം. അതുപോലെ ഇവിടെ എന്നിൻ്റെ വാല്യൂ 4 ആണ്. സോ ഈ 81 എന്ന് പറഞ്ഞത് മോസ്റ്റ് പ്രോബബ്ലി 3 റേസ് ടു 4 ആയിരിക്കും. സോ നമ്മളത് കാൽക്കുലേറ്ററിൽ ചെക്ക് ചെയ്ത ശേഷം അങ്ങനെ തന്നെ ആണെങ്കിൽ 81 പകരം 3 റേസ് ടു 4 എന്ന് കൊടുക്കാം. സോ ഇനി അടുത്തതായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ എക്സ് ടെൻസ് ടു 3 ആണ്. അതുപോലെ ഇവിടെ എക്സ് ക്യൂബ് മൈനസ് 3 ക്യൂബും എക്സ് റേസ് ടു 4 മൈനസ് 3 റേസ് ടു 4 ആണ്. അപ്പോൾ ഇവിടെ മൊത്തത്തിൽ എക്സും 3യുടെയും ഒരു പെയർ ആയിട്ടാണ് എല്ലാ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ലിമിറ്റും ഒക്കെ കിടക്കുന്നത്. സോ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു? എക്സ് മൈനസ് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ എന്ത് കിട്ടും? എക്സ് ക്യൂബ് മൈനസ് 3 ക്യൂബ് ഡിവൈഡഡ് ബൈ, ഇതാണ് ന്യൂമറേറ്റർ. സോ എക്സ് ക്യൂബ് മൈനസ് 3 ക്യൂബ് ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 3 ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു 4 മൈനസ് 3 റേസ് ടു 4 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 3. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഈ ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എന്ന് പറഞ്ഞത് ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും ഒരുപോലെ ബാധകമാണ്. സോ നമ്മൾ ഈ ലിമിറ്റ് എക്സ് ടെൻസ് ടു 3നെ ഇതിന് രണ്ടിനും സെപ്പറേറ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നു. സോ ഇങ്ങനെ എഴുതാം, ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 ഇവിടെയും കൂടി എഴുതി കൊടുക്കാം. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിട്ട് മാറും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എക്സ് ക്യൂബ് മൈനസ് 3 ക്യൂബ് ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 3 ഹോൾ ഡിവൈഡഡ് ബൈ ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എക്സ് റേസ് ടു 4 മൈനസ് 3 റേസ് ടു 4 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 3. സോ ഇനി നമുക്ക് ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് എൻ എ റേസ് ടു എൻ മൈനസ് 1. സോ ഈ കേസിൽ എന്നിൻ്റെ വാല്യൂ 3 ആണ്, എയുടെ വാല്യൂ 3 ആണ്. സോ എൻ എ റേസ് ടു എൻ മൈനസ് 1 എന്തായിട്ട് മാറും? 3 ഇൻറ്റു 3 റേസ് ടു 3 മൈനസ് 1. ആൻഡ് ഈ കേസിൽ n 4ഉം എ 3യും ആണ്. സോ 4 ഇൻറ്റു 3 റേസ് ടു 4 മൈനസ് 1. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3 ഇൻറ്റു 3 സ്ക്വയർ ബൈ 4 ഇൻറ്റു 3 ക്യൂബ്. സോ 3 ഒക്കെ കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് ആൻസർ ലാസ്റ്റ് ഉണ്ടായിരിക്കുക 1/4 ആയിരിക്കും. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നോട്ടിൽ ചെയ്തിട്ടുണ്ട്. എല്ലാ ക്വസ്റ്റ്യൻസും നന്നായിട്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ലിമിറ്റ്സ് അറ്റ് ഇൻഫിനിറ്റി. നമ്മൾ ഏറ്റവും ലാസ്റ്റ് എടുത്ത ടോപ്പിക്കാണ് ലിമിറ്റ്സ് അറ്റ് ഇൻഫിനിറ്റി. ഇതുവരെയാണ് നിങ്ങളുടെ എക്സാമിനുള്ളത്. സോ ഏറ്റവും സിമ്പിളായ പോർഷനാണ്, അതുപോലെ ഇമ്പോർട്ടൻറ്റുമാണ്. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് കണ്ടാൽ തന്നെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം തന്നിട്ടുള്ള ഫംഗ്ഷനിലെ എക്സിൻ്റെ ഏറ്റവും വലിയ പവർ സെലക്ട് ചെയ്യുക. സോ ഈ കേസിൽ എക്സിൻ്റെ ഏറ്റവും വലിയ പവർ ഏതാണ്? എക്സ് സ്ക്വയർ ആണ്. പിന്നെ ഓരോ ടേമിനെയും നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? എക്സ് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ ഇതെങ്ങനെ മാറ്റി എഴുതാം? എക്സ് സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ മൈനസ് 9x ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 8 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 2x സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 8 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ. സോ ഈ ഫംഗ്ഷനിലെ ഓരോ ടേമിനെയും എക്സിൻ്റെ ഏറ്റവും വലിയ പവർ തന്നിട്ടുള്ളതിൽ ഏറ്റവും വലിയ പവർ എക്സ് സ്ക്വയർ ആണ്. സോ എക്സ് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം.
അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഈ ഓരോ ടേമിനെയും സിംപ്ലിഫൈ ചെയ്യണം. ദാറ്റ് ഈസ് ഈ ടേംസിനെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? സിംപ്ലിഫൈ ചെയ്യണം. സോ ഇവിടെ എച്ച് സ്ക്വയർ ബൈ എച്ച് സ്ക്വയർ എന്തായിട്ട് മാറും? എച്ച് സ്ക്വയറും കട്ട് ചെയ്ത് കളഞ്ഞാൽ പിന്നെ അവിടെ 1. 9x ബൈ എച്ച് സ്ക്വയറിനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് 9x ബൈ എച്ച് സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 9x എന്ന് പറഞ്ഞാൽ 9 ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ എച്ച് സ്ക്വയർ ഈസ് എക്സ് ഇൻറ്റു എക്സ്. സോ എക്സും കട്ട് ചെയ്ത് കളഞ്ഞാൽ അവിടെ എന്തേ ഉണ്ടായിരിക്കുള്ളൂ? ഈ എക്സും പോയാൽ 9/x. സോ 9x ബൈ എച്ച് സ്ക്വയർ നമ്മൾ എന്തായിട്ട് എഴുതി? 9/x. 8/h സ്ക്വയറിൽ കട്ട് ചെയ്ത് കളയാനൊന്നുമില്ല. സോ അത് അതുപോലെ എടുത്ത് എഴുതുന്നു. 2h സ്ക്വയർ ബൈ എച്ച് സ്ക്വയറിന് എഴുതുമ്പോൾ എച്ച് സ്ക്വയറും കട്ട് ചെയ്ത് കളയുന്നു. ബാക്കി 2 + 8/h സ്ക്വയർ. സോ ഇനി ഇതിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യണം. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 9/x, 8/h സ്ക്വയർ, 8/h സ്ക്വയർ ഇത്രയും ടേംസ് 0 ആയിട്ട് മാറും. അതിൻ്റെ റീസൺ നമ്മൾ ആദ്യം പറഞ്ഞ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1/x = 0യും 1/h സ്ക്വയർ ആണെങ്കിലും 1/h³ ഒക്കെ ആണെങ്കിലും 0 ആയിരിക്കും. സോ ആ റിസൾട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ടേംസ് എല്ലാം 0 ആയിട്ട് മാറും. സോ അങ്ങനെ 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇതെന്തായിട്ട് മാറും? 1 - 0 + 0 ഡിവൈഡഡ് ബൈ 2 + 0. സോ ദാറ്റ് ഈസ് 1/2. സോ ഈ സെക്ഷനിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു നമ്പർ, അതായത് ഇപ്പോൾ 10 9 8 ഡിവൈഡഡ് ബൈ എക്സ് എന്നോ എച്ച് സ്ക്വയർ എന്നോ x³ എന്നോ h⁴ എന്നോ എന്ത് വന്നാലും ആൻസർ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ. സോ ഈ സെക്ഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എന്തായാലും പ്രതീക്ഷിക്കണം. എല്ലാ നോട്ടിൽ തന്ന എല്ലാ ക്വസ്റ്റ്യൻസും നന്നായിട്ട് പഠിക്കുക, എക്സാം നന്നായിട്ട് എഴുതുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി.